പ്രൈസ് ഗോഡ്. രാവിലും പകലിലും ഒരുപോലെ ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവ് ജീവിതത്തിൻ്റെ ഇരുളേറിയ അനുഭവങ്ങളിലും നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിശ്ചയമായി കർത്താവ് പ്രകാശമായി നമ്മോട് കൂടെയുണ്ട്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായ 112 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 4-ാം വചനം വായിക്കാം. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അതിൻ്റെ 1-ാം ഭാഗം നാം വായിക്കുന്നു. നേരോടെ ജീവിക്കുന്നവർക്ക് ഇരുട്ടുണ്ട്, എന്നാൽ അവിടെ വെളിച്ചവും ഉദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിഷ്കളങ്കരായി ദൈവസ്നേഹത്തോടെ, ദൈവഭക്തിയോടെ, നേരോടെ, വിശുദ്ധിയോടെ ദൈവം മുൻപാകെ വിശ്വസ്തരായി നിലനിൽക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പരിശോധനകളും ഉണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ഞാൻ നേരുള്ളവനാണ്, നേരുള്ളവളാണ് എന്ന് പുറമേ കാണിച്ചുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകുന്നവർക്ക് ചിലപ്പോൾ മറ്റ് യാതൊരു പ്രശ്നങ്ങളും കാണില്ല. എന്നാൽ യഥാർത്ഥമായ ലേഖനത്തിൽ നാം വായിക്കുന്നു, ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഉപദ്രവമുണ്ടാകും. അതെ, നാം ചിലപ്പോൾ ഇരുളേറിയ അനുഭവത്തിലൂടെ കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വരാം. എന്നാൽ അവിടെയും കർത്താവ് നമ്മെ കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏതിരുൾ നിറഞ്ഞ പ്രതിസന്ധികളിലും വഴിയേതും കാണാതെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് തോന്നുന്ന ഏതൊരു സാഹചര്യങ്ങളിലും കർത്താവ് ഒരു മെഴുകുതിരിയുടെ വെട്ടം പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നൽകുമെന്നല്ല നാം വായിച്ചത്. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. സൂര്യൻ എങ്ങനെയാണോ അതിശോഭയോടെ അത് ഉദിക്കുന്നത്, അതുപോലെ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരങ്ങളെ ഉണ്ടാക്കും. കർത്താവ് നമുക്ക് വേണ്ടി നിശ്ചയമായി പ്രവർത്തിക്കും. നമുക്കറിയാം, ഒരു ലൈറ്റ് ഹൗസ് കടലിൽ രാത്രിയിലെ ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളിലും കംപ്ലീറ്റ്ലി ഡാർക്ക്നെസ് ആയിരിക്കുമ്പോഴും ആ ലൈറ്റ് ഹൗസിൽ നിന്ന് ലൈറ്റ് അത് വീശി ആ കടലിൽ യാത്ര ചെയ്യുന്ന സകലർക്കും എല്ലാവർക്കും അത് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കും. അത് കടല് സമാധാനമായി സ്തോത്രം അടങ്ങി ഇരിക്കുമ്പോൾ മാത്രമല്ല, കടലിൽ അലകളും തിരമാലകളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോഴും ലൈറ്റ് ഹൗസ് അതിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്ധ്യയുണ്ട്, ഒരു ഉഷസ്സുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, അതിന് പരിഹാരങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ തളരാതെ പതറാതെ ഒരു ലൈറ്റ് ഹൗസിനെ പോലെ നമുക്ക് ദൈവം ഏൽപ്പിച്ച കാര്യം നമുക്ക് ചെയ്യാം. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ താൽക്കാലിക സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി നാം തന്നെ വെളിച്ചം ഉദിപ്പിക്കുവാൻ യാതൊരു കാര്യം ചെയ്യുവാൻ പോകേണ്ട. നമ്മുടെ പ്രയത്നമൊക്കെ വ്യർത്ഥമാണ്. എന്നാൽ ആ സമയം കൊണ്ട് ദൈവസ്ഥാനത്തിൽ കാത്തിരിക്കാം. ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. എൻ്റെ ജീവിതം നേരോടെയാണോ, വിശ്വസ്തയോടെയാണോ, ദൈവഭയത്തോടെയാണോ, വിശുദ്ധിയോടെയാണോ, എനിക്ക് ദൈവസ്നേഹമുണ്ടോ എന്നൊക്കെ നാം സ്വയമേ ഒന്ന് പരിശോധിച്ച് ദൈവം മുൻപാകെ നമുക്ക് നേരോടെ ജീവിക്കുവാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങാം. നിശ്ചയമായി കർത്താവ് സ്തോത്രം വെളിച്ചം ഉദിപ്പിച്ചുകൊണ്ട്, പകൽ വെളിച്ചമിന് സൂര്യനല്ല, രാത്രി വെളിച്ചം ചന്ദ്രനല്ല, യഹോവ നിത്യപ്രകാശമായി നമ്മോട് കൂടെയുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. അതേ നാഥ, ഞങ്ങൾ വായിച്ചുവല്ലോ, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേരുള്ളവർക്ക് ഒരു ഇരുട്ടുണ്ട്, എന്നാൽ വെളിച്ചത്തെ ദൈവം ഉദിപ്പിക്കും. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രിയ ദൈവമക്കളെ, സകല ഇരുളേറിയ അനുഭവങ്ങളിൽ നിന്ന് തൻ്റെ മക്കളെയും പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.